ഹായ് വരാം. ഹായ് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ആര്യക്കുട്ടനും ഞാനുള്ള ഒറ്റയ്ക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും പണിക്ക് പോയി, എല്ലാവരും പണിക്ക് പോകുന്നവരാണ് കേട്ടോ. അച്ഛനും അമ്മ ഏട്ടനും എല്ലാവരും പണിക്ക് പോകുന്നവരാണ്. ഞങ്ങൾ വരുന്ന ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാകാറ് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു. രാവിലെ അമ്മ രാവിലെ പോകുന്നതിന് മുമ്പ് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കും. പിന്നെ അടിച്ചുവാരൽ, തുടയ്ക്കൽ, തിരുമ്പൽ, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ഉച്ചത്തേക്കുള്ളതൊക്കെ രാത്രിയത്തേക്കും അമ്മ വന്നിട്ടാണ്. ഇവനൊന്നും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ കളിക്കാനും എല്ലാത്തിനും ആൾ വേണം. ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കൽ തന്നെയാണ് കേട്ടോ പണി. ഇവിടെ അടുത്തൊന്നും കുട്ടികളൊന്നും ഇല്ല കേട്ടോ. അവൻ്റെ പ്രായത്തിൽ ഇങ്ങനെ കളിക്കാനൊന്നും. എല്ലാവരും സ്കൂളിൽ പോകുന്ന ആൾക്കാരാ. അവിടെ പോകണോ? അപ്പോൾ ഇവൻ്റെ കൂടെ തന്നെയാണ് പോയി ടൈം. എല്ലാവരും പോയി. അവിടെ നിർന്നു. അമ്മ വരാം. പോയോ? അമ്മ വരാം. കല്യാണം കഴിഞ്ഞ് ഞാൻ വന്ന സമയത്ത് ഇവിടെ അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മ മരിച്ചിട്ടിപ്പോൾ ഫെബ്രുവരിയിലാണ് മരിച്ചത്. ഈ വർഷം 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ. അപ്പം ഞാനും ആര്യക്കുട്ടനുള്ള ഇന്നത്തെ ഒരു ദിവസം കാണും. രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ആര്യക്കുട്ടൻ എണീറ്റു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫുൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പകുതിയിൽ നിന്ന് കേട്ടോ തുടങ്ങിയത്. രാവിലെ ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുമ്പം എന്താ ഉണ്ടാക്കിയതൊന്നും അവൻ കഴിക്കില്ല കേട്ടോ. മുട്ട കഴിക്കും. രാവിലെ ഒരു മുട്ട കഴിക്കും, ചായ കുടിക്കും. അവന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അവന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കും. ചായ കുടിച്ചു കഴിഞ്ഞാൽ കളിക്കാനൊന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. എപ്പോഴും കളി തന്നെയാണ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വണ്ടിയോട് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രിയമാണല്ലോ. അവനും വണ്ടീനോട് തന്നെയാണ് ഇഷ്ടം. സൈക്കിൾ എടുത്ത് ഇതിലിങ്ങനെ വഴി കൂടെയൊക്കെ പോകും കേട്ടോ. രാവിലെ തന്നെ ചായ കുടിച്ച പാടെ ഇറങ്ങിയപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ ആൾ പിണങ്ങി അകത്തേക്കും പോകും കേട്ടോ. അവനെപ്പോഴും ഒരാൾ കൂടെ നിൽക്കണം. ഇവിടെ പുറത്തൊക്കെ നമുക്കിവിടെ ഗേറ്റൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ പുറത്തുനിന്ന് നായകളൊക്കെ വരും കേട്ടോ. ഇതിലിങ്ങനെയൊക്കെ വരും. അപ്പം മക്കളെ ഇങ്ങനെ ഒറ്റയ്ക്കിട്ട് പോകാൻ പറ്റില്ല പുറത്ത്. അവനാണെങ്കിൽ എപ്പോഴും പുറത്ത് തന്നെയാണ്. രാവിലത്തെ ചായ കഴിഞ്ഞാൽ പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവനൊരു കഞ്ഞി കൊടുക്കും കേട്ടോ. കഞ്ഞി നെല്ലുത്തരിയുടെ കഞ്ഞിയാണ് കുടിക്കുക. എപ്പോഴുള്ള ശീലമൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. ഒരു ദിവസം കൊടുത്ത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ പിറ്റേന്നും ചോദിക്കും. അങ്ങനെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഞ്ഞി കുടിക്കാറുണ്ട്. കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ട് തിരുമ്പാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തിരുമ്പാറ്. ഡെയിലി തിരുമ്പാറില്ല, മെഷീൻ ഇടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവനെ വെച്ചിട്ട് അവിടെ അലക്കല്ലിൻ്റെ അടുത്ത് പോയിരുന്ന് തിരുമ്പാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് മെഷീനിലാണ് ഇടാറ്. പിന്നെ ബെഡ് റെഡിയാക്കാനൊക്കെ ഉണ്ട്. രാവിലെ ഞാൻ എണീക്കുന്ന സമയത്ത് അച്ഛനും മോനും എണീക്കില്ല. അതുകൊണ്ട് ബെഡ് ഒന്നും മടക്കാനൊന്നും കഴിയില്ല. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയം നോക്കിയിട്ടാണ് എല്ലാം ചെയ്യാറ്. രാവിലെ ഞാൻ അങ്ങനെ നേരത്തെ എണീക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയില്ല. ഞാനൊരു 7 മണിയാവും എണീക്കാൻ. മോന് രാത്രി എല്ലാവരും വന്നു കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ ലേറ്റായിട്ടേ കിടക്കുള്ളൂ. അവന് രാവിലെ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വന്നാൽ ഭയങ്കര കളിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടാണ് കിടക്കുക. അപ്പം പിന്നെ രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 7 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ എണീക്കാറുണ്ട്. ഏട്ടൻ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും.
ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എൻ്റെ വയ്യാൽ തന്നെയാണ് കേട്ടോ ആരും. ഇപ്പം ഞാൻ അടിച്ചു വാരാൻ പോയപ്പോൾ ചൂലെടുത്ത് വന്നു എൻ്റെ കൂടെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടി വീണാലൊക്കെ അവന് ഈ ചൂല് അടിച്ചു വാരുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് അവന് ചൂലെടുത്ത് കൊണ്ടുവന്ന് അടിച്ചു വാരും കേട്ടോ. അറിയില്ല, അറിയത്തൊന്നുമില്ല, എന്നാലും അവൻ ചെയ്യും. ആൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് സന്തോഷമാണ് കേട്ടോ. കാരണം പൊതുവേ പെൺകുട്ടികൾ പണിയൊക്കെ എടുക്കണം, ആൺകുട്ടികൾ ചെയ്യരുത് എന്നുള്ള ഒരിതുള്ളത് കൊണ്ട്. അല്ല, എൻ്റെ മോനെ ഞാൻ അങ്ങനെ പഠിപ്പിക്കില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ വേണ്ടാന്നോ എടുക്കണ്ടെന്നൊന്നും പറയാറില്ല. ചെറുപ്പത്തിലെ മക്കളെല്ലാം ശീലിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോഴേ അവനതൊക്കെ പഠിച്ചു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്തോ അവനത് കാണുമ്പോൾ എൻ്റെ കൂടെ വന്ന് ചെയ്യും. ഞാൻ ചെയ്യുന്നത് കാണുന്നത് കൊണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഞ്ഞിക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അത് പണിയെടുക്കുന്നതിൻ്റെ ഉള്ളിൽ അത് വെന്തിട്ടി. കുറച്ച് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവന് കൊടുക്കാം. അടിക്കലും ദിവസം അടിക്കാറുണ്ടെങ്കിലും തുടക്കലും ഒന്നരാടനെ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ ചളിയൊന്നും ഉണ്ടാവില്ല. ഞാനും ആരും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. എല്ലാവരും ഒരു രാവിലെ 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും പോയാൽ രാത്രി 8 മണിയാകും എല്ലാവരും വരാൻ. അപ്പം ഒന്നരാടനെ ഞാൻ തുടയ്ക്കാറുള്ളൂ. ഡെയിലി അവൻ സമ്മതിക്കില്ല. ഇന്നിപ്പോൾ ഉള്ള മൂടായിരിക്കില്ല, ചിലപ്പോൾ നാളെ ചിലപ്പോൾ വാശിയും ഒക്കെ എൻ്റെ മേലിൽ നിന്ന് താഴെ ഇറങ്ങത്തുണ്ടാവില്ല. ഇനി ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഞങ്ങൾ കുളിക്കാൻ പോവാണേ. അരിക്കുട്ടിന് കുളിക്കാൻ പോവാല്ലേ? അരിക്കുട്ടിന് അമ്മയെ കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞു കേട്ടോ. ആരുൻ്റെയും കുളി കഴിഞ്ഞു. ആരും ഇനി ആരുവിന് കഞ്ഞി കൊടുക്കണം. കഞ്ഞി കൊടുത്താൽ കുറച്ച് നേരം ഉറങ്ങും. ഉച്ചയ്ക്ക് ഒരു ഉറക്കമുണ്ട്. ഉറക്കുന്ന സമയത്താണ് കേട്ടോ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ. പിന്നെ അവൻ്റെ കൂടെ ഞാനും കുറച്ച് നേരം കിടക്കും. ഉറങ്ങത്തൊന്നുമില്ല കേട്ടോ. എന്തായാലും അവന് കഞ്ഞി കൊടുക്കട്ടെ. കഞ്ഞി കൊടുത്തപ്പോൾ ഇന്ന് ആൾക്ക് കഞ്ഞി വേണ്ട കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ വേണമെന്ന് പറഞ്ഞു. ചോറും ചിക്കനും കൂടി കഴിക്കാൻ കേട്ടോ. ചോറും അവന് വേറെ ആരും കൈ കൊണ്ട് കുഴച്ച് കൊടുക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല കേട്ടോ. കറി കൂട്ടി ഒഴിച്ച് അങ്ങനെയൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. ചോറ് വേറെ കറി വേറെ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കഴിക്കുക. അത് അവൻ്റെ ഇഷ്ടത്തിന് തന്നെ അവൻ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോളും. എടുത്ത് നമ്മൾ കൈ കൊടുത്താൽ അവന് ഒറ്റയ്ക്ക് കഴിച്ചോളും. അതെന്താണെങ്കിലും അവൻ തന്നെ തിന്നോളൂ കേട്ടോ. രാവിലെ ആണെങ്കിലും എന്ത് തിന്നണേ അവൻ കാണിച്ചു തരും. അതാണ് വേണ്ടതെന്ന് അവന് കൊടുത്താൽ അവൻ കഴിച്ചോളും. ഇന്ന് ആൾക്ക് ഉറക്കമൊന്നുമില്ല കേട്ടോ. ഇവൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ. പക്ഷേ ഇന്ന് ആൾക്ക് ഉറക്കമൊന്നുമില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അയാളൊരു ഉറക്കത്തിൻ്റെ മൂഡിലായിരിക്കും. ആ സമയമാകുമ്പോൾ ഭക്ഷണം വേഗം കഴിച്ച് അപ്പം തന്നെ കിടന്നുറങ്ങും കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുന്നുണ്ട് കേട്ടോ. TV വെച്ച് കൊടുക്കുന്നത് നല്ലതൊന്നുമല്ല. അവനതിന് കാർട്ടൂൺസൊന്നും അങ്ങനെ കാണാറില്ല. അവന് ആനിമൽ പ്ലാനറ്റ്സൊക്കെയാണ് കാണാറ്. ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അവൻ ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു. അവനവിടെ കളിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ്. ഭക്ഷണത്തിന് ചോറും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. മുതിരയുടെ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ പൊടിയുടെ ചമ്മന്തി ഉണ്ട് കേട്ടോ. മോൻ ഉറങ്ങി കേട്ടോ. സമയം 3:30 നേരം വൈകിട്ടാണ് ഉറങ്ങിയത് മോൻ.
അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. ഇന്ന് നല്ല കളിയായിരുന്നു. ഇപ്പോഴാണ് കിടന്നുറങ്ങി. ഞാനും കൂടെ കുറച്ച് നേരം കിടക്കട്ടെ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ പോലെ. അവനുറങ്ങിയപ്പോൾ ഞാനും കുറച്ച് നേരം കിടന്നു. ഞങ്ങൾ എണീറ്റു കേട്ടോ. ഒരു 1-2 മണിക്കൂർ കിടന്ന് എണീറ്റു കേട്ടോ. ഉറക്കത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഭയങ്കര സ്നേഹിക്കലാണ്. സ്നേഹമൊക്കെ കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുമ്പോൾ ഫോണിലേക്ക് നോക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്യും. നെറ്റ് ചെറുപ്പത്തിൽ അവൻ ചെറുതാകുമ്പോൾ ഇട്ടതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്, അതുകൊണ്ട് ഇട്ടതാണ്. ഇപ്പോഴും ഊരിയിട്ടില്ല. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് നടക്കാനൊക്കെ പോകും കേട്ടോ. എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെയല്ല, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന് നടക്കാനൊക്കെ പോകും. ഇവിടെ അടുത്ത് സ്കൂളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർ കളിക്കാനൊക്കെ ഇറങ്ങും. കൂടെ പോയി കളിക്കത്തൊന്നുമില്ല, അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവിടെയൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വന്ന് ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. എല്ലാവരും എത്താനുള്ള സമയമാവുന്നേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ അതിന് മുമ്പ് കുറച്ച് ചായയൊക്കെ കുടിക്കും. പുറത്ത് നടന്ന് വന്നാൽ അവൻ ചായ ചോദിക്കും. അപ്പോൾ അവൻ ചായ കൊടുക്കും. പാലങ്ങനെ ഇവിടെ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാമെന്നല്ലാണ്ട് അങ്ങനെ എടുക്കാറില്ല. കട്ടൻ ചായയാണ് കൂടുതലും കുടിക്കാറ്. മോനാണെങ്കിലും പാലിൽ ഒഴിച്ച് കുടിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം കട്ടൻ ചായയാണ്. കൊടുക്കുന്നത് നല്ലതൊന്നും അല്ല കേട്ടോ. പക്ഷേ അവന് ഞങ്ങളെ ശീലം അവനും കിട്ടിയെന്ന് പറയാം. ചായക്ക് കടികളൊന്നുമില്ല കേട്ടോ, പലഹാരങ്ങളൊന്നുമില്ല. രാവിലെ പൂളയായിരുന്നു. പൂള കപ്പാന്ന് ഞങ്ങൾക്കിവിടെ പൂള എന്നാണ് പറയുക. അപ്പോൾ അതുണ്ടായിരുന്നു. അതും ചിക്കൻ കറിയും കുറച്ച് കഴിച്ചു കേട്ടോ ഞാൻ. മോന് പിന്നെ എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. അവന് ആരെങ്കിലും വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുക. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഇനി ചായയും കുടിച്ച് ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങളിങ്ങനെ എല്ലാവരും വരുന്നത് കാത്തിരിക്കുക കേട്ടോ ചെയ്യുക. ആദ്യം ഏട്ടൻ വരും, പിന്നെ അമ്മ വരും, അച്ഛൻ വരും, അങ്ങനെ എല്ലാവരും വരും. വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കും കേട്ടോ. ചോറ് കഴിച്ച് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കിടക്കാൻ പോവാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.